ഓർത്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ തന്നെ. പിന്നെ ഞാൻ ആരാ ഓർക്കണ്ട്? അവിടെ ആരും കാണുന്നില്ലല്ലോ. ഞാനൊരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. നേരം വന്ന് ചോറും കറിയും കഴിക്കാൻ തന്നെ നിങ്ങൾക്ക് കഴിയുന്നില്ല, പിന്നെ ഒരു കല്യാണം. നീ ഇന്നലെ വെച്ച മീൻകറിക്ക് ഉപ്പ് കൂടുതലാ, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാണ്ടിരുന്നത്. ഉപ്പ് കൂടിയാലും കുഴപ്പം, ഉപ്പ് കുറഞ്ഞാലും കുഴപ്പം, നിങ്ങളെ കൊണ്ട് വല്ലാതൊരു വിഷമം തന്നെ. ആ എടാ, നമുക്ക് പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് കാണാൻ പോയാലോ? അച്ചമ്മ പെറ്റത് പൂച്ചക്കുഞ്ഞിനെ, അതാണ് സിനിമയുടെ പേര്. ഭ്രാന്ത് പറഞ്ഞതല്ല, ഞാൻ ഒന്നും കൂടി കെട്ടാൻ പോവാ. നിങ്ങളെ മോനാണോ നിൽക്കുന്നുണ്ട്, മോൻ കേക്കണ്ട. അതൊന്നും എനിക്കൊരു വിഷയമല്ല, ഞാൻ ഒന്ന് കെട്ടു. മോൻ കാണുന്നുണ്ട്, നിങ്ങളെ മോൻ കേക്കണ്ട. ആ ഇതെല്ലാം കാണുന്നുണ്ടോ? അച്ഛനെന്തെന്ന് ഈ പിച്ചും ഭയം പറയുന്നു? എല്ലാം പറ, മോൻ കേക്കണ്ട. അച്ഛൻ ഇത് എന്തുദ്ദേശിച്ചിട്ട് വേറെ കെട്ടും എന്ന് പറയുന്നത്? എന്താ സംഭവം? ഞാനും ഒന്ന് കെട്ടു, എന്നോടാ കളി വേണല്ലോ. ഞാനൊന്ന് കെട്ടിയ എനിക്കും പിന്നെ കെട്ടാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അല്ല മനുഷ്യ, നിങ്ങെന്നാണ് ഞാൻ കെട്ടും നീ കെട്ടും എന്നെല്ലാം പറയുന്നത് ഇങ്ങനെ? ആ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതേതാന്ന് പെണ്ണ്? മീൻകാരൻ ജാനുമായിപ്പോയാ. ഞാനും മീൻ വെക്കാൻ വന്നാലും അച്ഛൻ ചിരിയും കളിയൊക്കെ കാണാറുണ്ട്. അവളായിപ്പോയാ. എടാ അച്ഛാ, അതേതാ പെണ്ണ്? സത്യം പറ, അതേതാ പെണ്ണ്? ഞാൻ ഇന്ന് അവളെ കൊല്ലും. സത്യം, ഇന്ന് ഞാൻ അവളെ കൊല്ലും. സത്യം പറ. നീയാണ് ആ പെണ്ണ്. നിങ്ങളൊരു ഭണ്ഡാരം. നിങ്ങൾക്ക് നല്ലോണം ഭ്രാന്തായ മനുഷ്യ, നിങ്ങൾ എന്തെന്നായി പറയുന്നത്? നമ്മുടെ 30ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ വീണ്ടും കല്യാണം കഴിക്കുന്നു. അച്ഛനും അമ്മയും വീണ്ടും കല്യാണം കഴിക്കുന്നു. അപ്പൊ പണി പാളിയല്ല. എല്ലാ മനുഷ്യ ഇങ്ങനെ തന്നെയാണെങ്കിൽ ആദ്യ രാത്രി ആദ്യം ആഘോഷിക്കേണ്ടി വരില്ലേ? ആദ്യ രാത്രി നല്ല കാര്യല്ലേ, അതിന് നീ എന്തിനാ കാര്യന്ന്? നിങ്ങളുടെ കാര്യങ്ങൾ ഓർത്തിട്ട് കരഞ്ഞു പോയി ഞാൻ. നാളെയാണ് നമ്മുടെ 30ാം വാർഷികം. നാളെയാണ് വീണ്ടും ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇത് ഇരക്കില്ല, 8ന്റെ പണിയാണല്ലോ. ഓ, നിങ്ങളൊരു കാര്യം. അച്ഛനമ്മയും വീണ്ടും കല്യാണം കഴിച്ചാല് അത് ഞാൻ വീണ്ടും അമ്മയുടെ വയറ്റിൽ വീണ്ടും ജനിക്കേണ്ടി വരൂലേ? അതോർത്ത് കരഞ്ഞതാ. വീണ്ടും കെട്ടിയാൽ ഓ വീണ്ടും ജനിക്കണ്ടേ, അതാ ഒരു പേടി. നിങ്ങളിപ്പോൾ വീരം കെട്ടാനാ നിങ്ങളെ മോനും. ഞാൻ എന്താ ചെയ്യാ?